ഇനി രക്ഷയില്ല. കപ്പിത്താന്റെ കപ്പൽ മുങ്ങി തുടങ്ങി. ഇനി ആകെ മുങ്ങാനുള്ളത് അവസാന തട്ട് മാത്രമാണ്. ബാക്കിയെല്ലാം വെള്ളത്തിലായി. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റു ഗൂഢ നീക്കങ്ങളൊന്നും നടത്താതെ അന്തസ്സായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തോറ്റുമടങ്ങുക. അല്ലാത്ത പക്ഷം മൂന്നാം ഊഴത്തിനുള്ള കപ്പല് പോലും ബാക്കിയില്ലാത്ത തരത്തിൽ സകല സിസ്റ്റവും തകർന്നടിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെ പറയുന്നതിൽ അതീവ ദുഃഖമുണ്ട്. കേരളം അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി എന്ന് പറഞ്ഞതിന്റെ 4-ാം പക്കം ചികിത്സ കിട്ടാതെ ഒരു മനുഷ്യൻ മരിച്ചിരിക്കുന്നു. മരിച്ചു എന്നല്ല, വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ 9.5 കൊല്ലം കൊണ്ട് ഈ സർക്കാർ ഭരിച്ചു മുടിച്ചു കൊന്നിരിക്കുകയാണ്. ഇനി അതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്നാൽ ജനം തെരുവ് കയ്യേറുകയാണ്. ആശുപത്രിക്ക് മുകളിൽ സമരമിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തെ തലസ്ഥാന നഗരിയിലെ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന അനാസ്ഥയെക്കുറിച്ച് വാർത്തകളില്ലാത്ത ഒരു നേരമില്ല. അവിടുത്തെ ഡോക്ടർ തന്നെ കാര്യങ്ങൾ ഒരിക്കൽ വിശദീകരിച്ചത് ഈ കേരളക്കര കണ്ടതാണ്. ആരോഗ്യരംഗത്ത് ഒന്നാമത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവി പെരുമ്പറ മുഴക്കി പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ എന്ന് സാധാരണയായി ജനം തെരുവിലിറങ്ങി വിളിച്ചു പറയുകയാണ്. എല്ലാം ശരിയാക്കാൻ വന്നവർ മൊത്തത്തിൽ അങ്ങ് ശരിയാക്കി ജനങ്ങളെ റോട്ടിലും തോട്ടിലും സ്കൂളിലും ഒക്കെ ഇട്ട് കൊന്നു തീർക്കുകയാണ്. അവിടെ ഇനിയെങ്കിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ അറിയാത്ത പണി നിർത്തി രാജിവെക്കണം. ഇനിയുള്ള 6 മാസമെങ്കിലും ആരെങ്കിലും നല്ല ഭരണം കാഴ്ചവെക്കാനുണ്ടെങ്കിൽ അവർ ആ സ്ഥാനത്തിരിക്കട്ടെ. എന്തായാലും ഈ കേരള സർക്കാർ ഭരിക്കുന്ന കാലത്ത് തന്റെ ജീവന് യാതൊരു വിലയുമില്ല എന്ന് തിരിച്ചറിഞ്ഞ കൊല്ലം സ്വദേശി വേണു തനിക്ക് പറയാനുള്ളതൊക്കെ കാര്യമായി തന്നെ പറഞ്ഞുകൊണ്ട് സുഹൃത്തിനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. അതോടെ വീണ്ടും തലകറങ്ങി വീഴുകയാണ് വീണ ജോർജ്. ചില രംഗങ്ങൾ കാണാം. എങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നണേ? പാവപ്പെട്ടവന് വേറെ വരാൻ വഴിയില്ലാത്തതുകൊണ്ടാണ്. അവരെ ഗതികേട് കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ വരേണ്ടി വന്നത്. മനസ്സിലായോ? ഈ ഒരു ആവേശമൊന്നും അവരൊന്നും അവിടെ കിടക്കുമ്പോ കാണിക്കില്ലല്ലോ. അപ്പോഴൊന്നും കണ്ടില്ലല്ലോ ഈ ആവേശം. ഇത്രേ ഉള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഒരുത്തനെ കൊന്നു. അപ്പൊ നിങ്ങൾ ഇത്രേ ഉള്ളെന്ന് പറയാൻ വേണ്ടിയിട്ടില്ലായിരുന്നല്ല. അവരുടെ വീട്ടിൽ ബുദ്ധിമുട്ട് പ്രശ്നമാക്കി. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കണം. ഞങ്ങൾ പറഞ്ഞ ന്യായമായ ആവശ്യം പോലെ നിങ്ങൾക്ക് നടത്തി തരാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഒക്കെ സംസാരിക്കണ്ടേ? സൈഡ് വഴി ഇരുന്ന് നൈസായിട്ട് ബൂട്ടിട്ട് ചവിട്ടുന്നു കാലിൽ. അത് പറഞ്ഞപ്പോ അവിടെ കാല് വെക്കാൻ സ്ഥലമില്ലാത്തോണ്ടാണ്. ഞാൻ ഇനി 2 സെന്റ് മേടിച്ചു തരാം. കാല് വെച്ച് എന്റെ കാലത്തോളം വെക്കണ്ടേ? നിങ്ങൾക്ക് ഞാൻ എവിടെ വെച്ചതാ? ഞാൻ കാലം കളിച്ചിട്ടില്ല. കേട്ടല്ലോ? നിങ്ങളുടെ പ്രശ്നത്തിന് സ്ഥലമല്ലേ? നിങ്ങൾ പറയുമ്പോൾ കേൾക്കാനല്ലല്ലോ ഞങ്ങൾ വന്നേ. ഞങ്ങൾ മിണ്ടാതെ ഇവിടെ വന്നപ്പോ എന്താ കാണിച്ചേ? ഗേറ്റ് അടച്ചു. സൂപ്രണ്ടിനെ കാണുമെന്ന് മാത്രമേ നമ്മൾ ആവശ്യമുണ്ടായിരുന്നല്ലോ. കണ്ടിട്ട് മിണ്ടാതെ പോകുമായിരുന്നല്ലോ. അപ്പൊ ഗേറ്റ് അടച്ചു. അടിയിലിട്ടിരിക്കുന്നത് എന്താണ്? ചുവന്ന കളറിലുള്ള നിൽക്കുന്നതായിരിക്കും. പ്രതിഷേധം നിങ്ങളറിഞ്ഞോ മാളോരെ? നിങ്ങളറിഞ്ഞോ നാട്ടാരെ? ചികിത്സയുടെ പേര് പറഞ്ഞ് പാവം രോഗികളെ കൊന്നു തള്ളിയ സർക്കാർ നിങ്ങൾ എന്തിനാണ് തുറന്നിരിക്കുന്നത്? ആരോഗ്യ സ്ഥാപനങ്ങളെല്ലാം $10-20 വെച്ച് മേടിക്കുന്നു. മൊത്തം ചെലവഴിച്ച് കിടക്കും. ഇതിപ്പോ ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഈ സൂപ്പറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ല. പൈസ മേടിക്കാൻ മാത്രമേ അറിയാം. എല്ലാവർക്കും പൈസ മതി. അല്ലെങ്കിൽ എന്തോ എല്ലാം ബിസിനസ്സാണ്. അല്ല, ഒരു സാധനത്തേക്ക് തുറന്നു വയ്ക്കുന്ന നടത്തിടാൻ പറ. അതുകൊണ്ടാണ് പറയുന്നത്. അയാളെ ഒന്നെങ്കിൽ സൂപ്പറിനോട് പുറത്തു വരാൻ പറയാം, അല്ലെങ്കിൽ അയാളുടെ ഓഫീസിൽ പോയി നമുക്ക് കാണാം. അയാളെ കണ്ട അയാളെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തരാതെ നമ്മളിവിടെ പോകില്ല.
സാറേ ഇത് കാര്യമായിട്ട് പറയാം. ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയാം. അൻവർ സാദെ ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുക. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല. ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലയോ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്, ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാദെ ഞാൻ ഇന്ന് 5ാമത്തെ ദിവസം ഇവർ എന്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാദെ. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു, എനിക്ക് എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോ നടക്കും എന്നുള്ളത്. അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു, എന്റെ പേര് പറഞ്ഞു, ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിലൂടെ 5 ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിട്ടിരിക്കുക. തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേർ അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം എത്ര രൂപ ചെലവാകുമെന്ന് അൻവർ സാദിന് അറിയാം. ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയെ മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. എന്തു അൻവർ സാദെ, ഞാൻ കറക്റ്റായിട്ട് അടിപിന്നകത്ത് വന്ന് വീണുപോയി. അത്രേ ഉള്ളൂ. അടിപിന്നകത്ത് ഞാൻ വന്ന് വീണുപോയി. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അൻവർ സാദിനെ വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. കൊല്ലത്ത് ചികിത്സ തരാൻ പയ്യെങ്കിൽ ആ ഡോക്ടറിന്റെ അനാസ്ഥ തന്നെയാണ്. പിന്നെ ഡോക്ടേഴ്സ് പറയുമ്പോൾ പഠിക്കുന്ന ഡോക്ടേഴ്സ് ആയാലും അവർക്കറിയാം തലവേദനയ്ക്ക് എന്ത് ഗുളിക കൊടുക്കാം. അല്ലാതെ ഞാൻ നോക്കുന്ന പേഷ്യന്റ് അല്ല എന്ന് പറഞ്ഞു പോകുന്ന അത്ര നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല. സംഭവിച്ചതിന് ശേഷമല്ല, എന്നിട്ടാണ് പിറ്റേന്ന് രാവിലെ വന്നപ്പോൾ
ആ ഡോക്ടർ മറ്റേ ഡ്യൂട്ടി ഡോക്ടർ, എന്നിട്ട് മറ്റേ ഡോക്ടർ വഴക്ക് പറഞ്ഞില്ലേ, ആ ഡോക്ടർ പറഞ്ഞു ഞാൻ അവിടെ ചെന്നെല്ലാം പറയുന്നുണ്ടെന്ന് പറഞ്ഞു. സൂക്ഷം പോലെ ഞങ്ങളുടെ ഡ്യൂട്ടി ഡോക്ടർ വന്നപ്പോഴും ചോദിച്ചു അച്ഛനെന്തോന്നും ഇവിടെ കിടന്ന് കാണിച്ചെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞല്ലോ തലവേദന നിങ്ങൾ പറഞ്ഞോ ഞാനിവിടെ വന്ന് നോക്കിയില്ലെന്ന്. അന്നേരം പറഞ്ഞു അല്ല, ഞാൻ സാറിനെ ഒന്നും പറഞ്ഞല്ല, ഒരു പേഷ്യന്റിന് ഒരു തലവേദന വരുമ്പം ഏതൊരു ഡോക്ടർക്കും ചികിത്സിക്കാവുന്നേ. ആ ഡോക്ടർ അത് ചെയ്തില്ല. അതിന് ആ ഡോക്ടറെ ഞാൻ പറഞ്ഞത് സാർ ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്തില്ല, ചെയ്യാന്നിട്ട് എന്നിട്ട് ചോദിച്ചപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ഡോക്ടർ വന്നപ്പോൾ ചോദിച്ചു. എന്നിട്ട് വേണമെങ്കിൽ അന്ന് തലേന്ന് വേറൊരു ഡ്യൂട്ടി ഡോക്ടർ വന്നപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നു എന്തെങ്കിലും ചോദിച്ചു. അന്നേരം ആ ഡോക്ടർ പറഞ്ഞത് ഞാൻ നിങ്ങളെ നോക്കുന്ന ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് അല്ല നിങ്ങൾ എന്ന് പറഞ്ഞു. എനിക്ക് നോക്കാൻ പറ്റിയ പേഷ്യൻസിന് മാത്രമേ പറ്റൂ. അന്നേരം വേണോട് ചോദിച്ചു നിങ്ങളൊക്കെ ഒരു ഡോക്ടർമാരല്ലേ, സാധാ ഒരു തലവേദനയ്ക്ക് മരുന്ന് തരാവുന്നതേ ഉള്ളെന്ന് പറഞ്ഞ് എന്ന് വേണോണ്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളവും വെച്ച്. എന്നിട്ട് ഞാൻ വീഴുന്ന ICUവിൻ്റെ അടുത്ത് ചെന്നിട്ട് മോളും ICUവിനകത്ത് കയറി അവിടെ ചെന്ന് ഭയങ്കരമായിട്ട് ഇടിച്ച്. അന്നേരം ആരും തുറന്നു. ഞാൻ പറഞ്ഞു മോളെ ഇങ്ങ് വരാൻ പറഞ്ഞു. വന്ന് കുറച്ചും കൂടെ നടന്നപ്പോഴത്തേക്ക് ഒരു സിസ്റ്ററും വെച്ചു ആരും ഈ കഥവിന് ഇങ്ങനെ തട്ടിയെന്ന് ചോദിച്ചു. അന്നേരം അവളോട് ഞാൻ എൻ്റെ അച്ഛനെ തീരെ വയ്യ അതുകൊണ്ടാണ് തട്ടിയത്. നമ്മൾ ICUവിന് വാതൊക്കെയൊന്നും ഇങ്ങനെ തട്ടാൻ പറ്റത്തില്ല. ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ICUവിൻ്റെ വെളിയിൽ അവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ആ നമ്പർ എൻ്റെ കയ്യിൽ എഴുതിക്കൊണ്ട് ഞാൻ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് ആ സിസ്റ്റർ ICU ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ അങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞ നമ്പർ പറഞ്ഞത് അന്ന് അത്രയും പേഷ്യൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അവൈലബിലിറ്റി ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടറെ വന്ന് ഞാൻ വിളിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ വന്ന് അന്നേരം ഈ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഡോക്ടർ ICU ഡോക്ടർ മാത്രമല്ലാതെ ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഫോൺ വിളിക്കാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അന്നേരം ഞാനത് കട്ട് ചെയ്തു. ദേഷ്യം കട്ട് ചെയ്തപ്പോൾ വീണ്ടും എൻ്റെ അടുത്ത് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തലവേദന സഹിക്കാൻ വേണ്ടി ഒന്നും കൂടെ വിളിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ വീണ്ടും ആദ്യം മുതൽ ഏത് നമ്പറാണ് ഏത് ബെഡാണ് ഞാൻ ചോദിച്ചു. അത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ നില ക്രിട്ടിക്കൽ, നിങ്ങൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേക്ക് വേണോന്നും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഒരു മനുഷ്യൻ്റെ ജീവൻ പോകുമ്പോഴാണ് ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്, പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നെങ്കിൽ വാന്ന് തുടങ്ങി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ഡോക്ടർ കൂടി വന്നു. ഡോക്ടർ വേണമെന്ന് വിളിച്ചപ്പോൾ വേണു അന്നേരം അപ്പോഴത്തെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുക. അപ്പോഴത്തേക്ക് ആ ഡോക്ടർ ഇങ്ങോട്ട് അതിൽ വേണു വെച്ച് ഞാൻ പറഞ്ഞു വേണുവിൻ്റെ ഡോക്ടർ വന്നു. അങ്ങനെ ഡോക്ടർ അവിടെ ചെന്നു. ഡോക്ടർ ആ ബുക്കിൽ നെഫ്രോക്സൻ എന്നുള്ളൊരു ടാബ്ലറ്റ് സിസ്റ്റർ വന്ന് സിസ്റ്ററെ വിളിച്ച് സിസ്റ്ററോട് പറഞ്ഞു നെഫ്രോക്സൻ എന്നുള്ള ടാബ്ലറ്റ് കൊടുക്കാൻ പറഞ്ഞു. അത് മൈഗ്രെയിൻ ടാബ്ലറ്റ് അത് എൻ്റെ ബാഗിലുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് ആ സിസ്റ്റർ പറഞ്ഞു ഡോക്ടർ ഇവിടെ നെഫ്രോക്സിൻ്റെ ടാബ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒരു കാര്യം പാരസെറ്റമോൾ 650 കൊടുക്കാൻ പറഞ്ഞു. അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു പാരസെറ്റമോൾ 650 ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു പാരസെറ്റമോൾ 500 കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പാരസെറ്റമോൾ 500 എടുക്കാൻ പോയപ്പോൾ ഞാൻ ഓടിച്ചെന്ന് മക്കളോട് പറഞ്ഞു എൻ്റെ ബാഗിൽ നെഫ്രോക്സിൻ ടാബ്ലറ്റ് അതിങ്ങ് എടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ ടാബ്ലറ്റ് മക്കളെ ഞാൻ ഡോക്ടർ പോയപ്പോൾ ഞാൻ വിളിച്ചു ഡോക്ടർ സാർ അവിടെ നിന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് നെഫ്രോക്സിൻ ടാബ്ലറ്റ്.